ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ വയ്യ പറയട്ടാ. അപ്പൊ ആദ്യം നമുക്ക് അതിലോട്ട് വേണ്ട ബീഫ് കറി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതുണ്ടാക്കിയിട്ട് ചിലപ്പം ദിവസങ്ങളും കഴിഞ്ഞ് മാസങ്ങളും കഴിഞ്ഞ് വർഷങ്ങൾ തന്നെ ആയിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് ഇത്രയും ഹൈപ്പ് കൊടുത്ത സാധനം എന്താന്ന് അറിയണ്ടേ? അത് കുഞ്ഞിപ്പത്തിരിയാണ്. ശെങ്കി കുഞ്ഞിപ്പത്തിരിനേക്കാളും എനിക്കിഷ്ടം ഈന്തം പിടിയാണ്. പണ്ട് വലിയമ്മക്ക് ഈന്തം കായൊക്കെ എടുത്ത് വെക്കിരുന്നു. അത് ഉണക്കി പൊടിച്ചിട്ട് അതുകൊണ്ട് ഏകദേശം ഇതേക്കെ പോലെ തന്നെ ഉണ്ടാക്കുമായിരുന്നു, ബീഫൊക്കെ ഇട്ടിട്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഷേപ്പ് ഈ ഒരു ടൈപ്പിലല്ല ഷേപ്പ് ഉണ്ടാവല്ലേ, ഒരു കുഞ്ഞു ബോള ടൈപ്പിലായിരുന്നു അതിന്റെ ഒരു ഷേപ്പ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോ ഈന്തപ്പൊടിയാണെന്ന് വിചാരിച്ചിട്ട് അരിപ്പൊടി കൊണ്ടുണ്ട് കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാന്ന് വിചാരിച്ച് അതിന്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് രാഗിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അത് വേറെ ഒന്നിനുമല്ല, ഇവിടെ മക്കളിപ്പോ രാഗിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ദോശയൊന്നും കഴിക്കണില്ല. അപ്പൊ കുറച്ച് ഫൈബർ കണ്ടന്റ് ഉള്ളിലോട്ട് ചെന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഈടായിട്ട് ദോശ ഉണ്ടാക്കിയാലും പത്തിരി ഉണ്ടാക്കിയാലൊക്കെ അതിൽ രാഗിന്റെ കണ്ടന്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പൊ മക്കൾ വല്ലാണ്ട് പരാതി പറയൽ തുടങ്ങിയിരിക്കണേ. അപ്പൊ ഒരു പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ദിവസം 2 ദിവസമൊക്കെ നമുക്ക് രാഗി കൊണ്ട് ഉണ്ടാക്കുന്നത് കഴിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ സ്ഥിര രാഗിയാണ് എന്നുള്ളത്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത കുഞ്ഞിപ്പത്തിരി സ്റ്റീം ചെയ്തതിനു ശേഷം ബീഫ് കറിയിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചെടുക്കുക. അവസാനം വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയുള്ളി മൂപ്പിച്ചിട്ട് അതിലോട്ട് കുറെ കറിവേപ്പില ഇട്ട് കണ്ട് താളിച്ചൊഴിച്ചു കൊടുത്താൽ അടിപൊളി കുഞ്ഞിപ്പത്തിരി റെഡിയായി. ഇവിടെ മക്കൾക്കൊന്നും അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് സെപ്പറേറ്റ് ഉണ്ടാക്കി വെച്ച് ഓർക്കുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് കഴിച്ച്. എനിക്കിങ്ങനെ മിക്സ് ആക്കിയതാണ് ഇഷ്ടം. അപ്പൊ ഇങ്ങനെ സംഭവം സെറ്റല്ലേ?